യെസ്. അപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ 5ാമത്തെ എപ്പിസോഡാണിന്ന്. 5ാമത്തെ എപ്പിസോഡ് ആയിരുന്നു. അവസാനത്തെ എപ്പിസോഡില് നമ്മള് ട്രംപിന്റെ കാര്യങ്ങളൊക്കെ വോയിസിന്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു. അത് നമ്മ മാക്സിമം ഇപ്പൊ റെക്ടിഫൈ ചെയ്തിരുന്നു. പിന്നെ ലൈറ്റിന്റെ ഇഷ്യൂ ഇലോൺ മസ്കിന്റെ കാര്യം ട്രംപിന്റെ വിഷയം മസ്ലമുള്ളപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. അവനില്ലാണ്ട് നമുക്ക് അത് തുടങ്ങാൻ പറ്റില്ല. നമുക്ക് അത് പകരം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ഒരുത്തൻ എന്റെ ക്ലാസ്സിൽ പഠിച്ചെടുത്തൻ 2 ആഴ്ച മുമ്പ് ദുബായിക്ക് പോയതാണ് ഞാൻ ഇന്ന് അറിയണം. എയർപോർട്ടിലെ പോസ്റ്റ് കാണുമ്പോ തന്നെ കമന്റ് മറ്റേ റിപ്ലൈ കൊടുക്കും UK or കാനഡ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരിക്കും. പക്ഷെ ഇപ്പൊ ജർമ്മനിയിലേക്ക് പോകണ്ട. എന്റെ കുറച്ച് എന്റെ ബ്രദേഴ്സ് ഒക്കെ ജർമ്മനി. ഇപ്പൊ ജർമ്മനി അല്ലയോടാ. അതാണ് ഇപ്പത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ രൂക്ഷമല്ല. ആൾക്കാർ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വന്നില്ല. തൊഴിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തൊഴിലായ്മ പറ്റൂലോ. എല്ലാരും ഈ സർക്കാർ ജോലി അങ്ങനെ നോക്കി നിക്കണതിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയം തൊഴിലാണെങ്കിലും ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ വന്നുകൊണ്ടാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. പറഞ്ഞിട്ടില്ല, ചെറുപ്പം തൊട്ടേ ക്ലാസ്സിൽ പറയണ വലുതായിട്ട് മോൻ ജോലി എടുക്കൂലേ, വീട്ടുകാരെ നോക്കില്ലേ, അതൊക്കെയാണ്. ഇപ്പൊ പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഒരാൾക്ക് പോകാൻ വേണ്ടിട്ട് 25 ലക്ഷം രൂപ എത്രയാണ് ഞാനിപ്പോ അറിയും. 30 ലക്ഷം രൂപയൊക്കെ ആവും. അത് വീട്ടുകാർ സംഭവത്തോടെ എടുത്തോളൂ. പക്ഷെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് 10 പൈസ കിട്ടും വീട്ടിൽ കിട്ടൂല. ആധാരം വെച്ച് എങ്ങനെയാണെങ്കിലും അത് അങ്ങനെ നമ്മളെ കണ്ടീഷൻ ചെയ്തു പോയി. അങ്ങനെ നമുക്ക് അതൊന്നും പറയാൻ പറ്റൂല. കാരണം ഇപ്പത്തെ സൊസൈറ്റി അങ്ങനത്തെ ഒരു നമുക്ക് വായിക്കല്ലെങ്കിൽ സൗദിയിലോട്ട് പോകും, കുറച്ച് പൈസ ഉണ്ടാക്കും. 2 കൊല്ലം കഴിയുമ്പോ 3 കൊല്ലം കഴിയുമ്പോ കല്യാണം കഴിക്കേണ്ട ഒരു ടൈമും കല്യാണം കഴിക്കാനായിട്ട് 2 കൊല്ലം മുമ്പ് പോണത്. എന്നിട്ട് ഇവിടെ കല്യാണം കുറപ്പിച്ച് കത്തൊക്കെ എഴുതിയിട്ട് നാട്ടിലോട്ട് കത്ത് എഴുതി ഫോട്ടോ കത്ത് വഴി ഇങ്ങോട്ട് അയച്ചിട്ട് അങ്ങനെ ഫോട്ടോ ആ ഒരു കാലഘട്ടമാണുള്ളത്. പുതിയൊരു 3 കൊല്ലം കഴിയുമ്പോ 3 കൊല്ലം കഴിയുമ്പോ നാട്ടിലോട്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങും. ആ ഒരു കാലഘട്ടം പുതിയൊരു പരപ്പന അറിയണ്ട. മറ്റേ ഐഫോൺ കൊടുക്കാൻ വേണ്ടിട്ട് ദുബായിലേക്ക് പോകും, തിരിച്ചു വരും, ഐഫോൺ കൊടുക്കും, കല്യാണം കഴിക്കും, പിന്നെ നാട്ടിൽ തന്നെ കൂടും. അടുത്ത ആഴ്ച അജ്മല് ദുബായിക്ക് പോവുകയാണ്. ഐഫോണായിട്ട് വരുമോ എന്നറിയാൻ പറ്റില്ല. ഇനിയുള്ള എപ്പിസോഡുകളിൽ അജ്മലിനെ കാണാൻ വേണ്ടിയിട്ടുള്ള സംശയം. വീഡിയോ കോളിലൂടെ മറ്റേ പങ്കെടുക്കുന്നതായിരിക്കും. ഓൺലൈനിൽ അവിടെ ഇതൊക്കെ IMF അറിയാൻ 2-3 ചാറ്റ് വെബ്സൈറ്റ്സ്. വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റൂല. വാട്സപ്പ് ഖത്തറിൽ പറ്റും. ഖത്തറിൽ വാട്സപ്പ് ഉണ്ട്. ഖത്തറിലാണ് ഖത്തറിലും വെച്ചിട്ട് വീഡിയോ പറയണ വാട്സപ്പ്. തൊഴിലില്ലായ്മ ഇപ്പൊ ഡിഗ്രിക്ക് തന്നെ ഇപ്പൊ കോളേജുകൾ ഒന്നാമത്തെ കോളേജുകൾ കൂടുതലാണ്. അതാണ് ഡിഗ്രിക്ക് മിക്ക കാലത്തും സീറ്റുകൾ ഫില്ലാവണില്ല. ഈസി ആയിട്ട് പണ്ടൊക്കെ നമുക്ക് സെന്റ് പോൾസിലും മറ്റേ ബാക്കിയുള്ള കോളേജിലൊക്കെ കിട്ടാൻ എന്ത് പണിയായിരുന്നു. ഇവിടെ ഈസിയാണ് അഡ്മിഷൻ കിട്ടാൻ കോളേജ് കിട്ടാൻ. കോളേജ് കിട്ടാൻ ഇപ്പൊ ഈസിയാണ്. കാരണം പിള്ളേരില്ല. തന്നെ അതാണ് ഇപ്പൊ 4 കൊല്ലം നോക്കി ഒന്നാമത്തെ ഡിഗ്രി. 3 കൊല്ലം തന്നെ പഠിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് 3 കൊല്ലം തീർത്ത്. ഈ 4 കൊല്ലം നോക്കിയപ്പോ മിക്കവരും ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലോട്ട് മിക്കവർക്കും മൈൻഡിലോട്ട് തന്നെ ഉണ്ട്. ആ ഒരു കാരണത്താല് ടെക്നിക്കൽ സ്കില്ല് പരമായിട്ടുള്ള കോഴ്സുകൾ കൂടുതൽ എടുക്കാനാണ് പിള്ളേർ ആഗ്രഹിക്കുന്നത്. അതിപ്പോ കുറെ മനസ്സിലായി. ഡിഗ്രി ആയാലും കുറെ പേര് വെറുതെ നടക്കണം. പിന്നെ കിട്ടുന്ന ഈ 10 ജോബുകളെ കൂടുതൽ വരുന്നുള്ളൂ നമുക്ക് തന്നെയാലും. അല്ലെങ്കിൽ പുറത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പൊ അത്യാവശ്യം തത്ര എല്ലാരും ഒരു +2 അത് കഴിഞ്ഞ് അത്യാവശ്യം ഇതുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്ക് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ജോലി ഇവിടെ ഉണ്ടാന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഗവൺമെന്റിനാണെങ്കിൽ എത്രത്തോളം അത് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് കേരളം എന്ന് പറഞ്ഞാൽ അധികം റിസോഴ്സസ് ഇല്ലാത്ത സ്ഥലവും ഇവിടെ കൂടുതൽ ബിസിനസ് പരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കൂടുതൽ എനിക്ക് തോന്നുന്നത് മലബാർ സൈഡിലുള്ള ആൾക്കാരാന്ന് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ചും കൂടി വർക്ക് വൈറ്റ് കോളർ ജോബ്സിന്റെ വർക്ക് നടക്കുന്നവരാണ്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിനോട് കൂടുതൽ ഞാൻ കണ്ടേക്കണ മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ബിസിനസ് മൈൻഡ് സെറ്റ്. അവർക്ക് അവരുടെ ഒരു ബ്ലഡിൽ തന്നെ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. ഒരു കച്ചവട ബുദ്ധിയുള്ളത്. പണ്ട് കാലഘട്ടത്ത് മലബാർ സൈഡിലാണ് ആൾക്കാർ കൂടുതൽ ദുബായ് സൗദി ഏരിയയിലോട്ട് പോണത്. അവര് 2 കൊല്ലം കഴിയുമ്പോ പൈസ ഉണ്ടാക്കിട്ട് വന്നിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ കൊച്ചിയിലും പോർട്ടൊക്കെ ഉണ്ടായിട്ടും അത്രത്തെ തൃശ്ശൂരാരും
അത്യാവശ്യം ഇതാണ്. ബിസിനസ് ഒരു എന്നിട്ട് ലാസ്റ്റ് ആരോ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബെൻസോളാണ് റോൾസ് റോയ്സ് ഒക്കെ ഉള്ള തൃശ്ശൂര്. ഞാൻ ആ സൈഡ് അധികം പോയിട്ടില്ല, പക്ഷെ അത്യാവശ്യം അറിയപ്പെടുന്ന ബിസിനസ്സുകാരൊക്കെ കൂടുതൽ തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എന്റെ ഒരു ഇത്. ജോസ്കോ, പിന്നെ മറ്റേ ബോച്ചെ, പിന്നെ കുറെ പേരുണ്ട്, യൂസഫ് അലി, കുറെ പേര് വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും അവിടുന്നാണ്. പക്ഷേ എല്ലാരും വന്ന് ബിസിനസ് ചെയ്യുന്ന സ്ഥലം തീർച്ചയായും തീർച്ചയായും. കാരണം കൊച്ചി നമുക്ക് ഇതായി പോയി. ഒരു ഹബ്ബാണ് കൊച്ചി, എല്ലാം ഉണ്ട്. കാരണം ഇപ്പൊ ബാക്കിയുള്ള രാജ്യത്തായാലും ഇപ്പൊ നമ്മ ഫോർ എക്സാമ്പിൾ സദർലാൻഡ്, ഇപ്പൊ അമേരിക്കയിലെ ക്വാളിറ്റി ഇതൊക്കെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ചെയ്യണം. കാരണം അവിടെ പോയിട്ട് ആ ജോബ് ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞാൽ മാസം 1,00,000 രൂപ കൊടുക്കണ സാലറി. ഇവിടെ പക്ഷേ മാസം ഒരു 20,000 രൂപ 18,000 രൂപ എടുത്തിട്ട് ആൾക്കാർക്ക് ഉണ്ട്. അവിടെ ഒരാൾക്ക് കൊടുക്കേണ്ട കാശ് ഇവിടെ ആ ഒരു കാശിന് 5 പേരെ 6 പേരെ നിർത്താൻ പറ്റും. ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യയിലാണ് കൂടുതൽ പുറത്തെ രാജ്യത്തിലെ കമ്പനീസ് കമ്പനീസ് ഉള്ളത്, BPO കമ്പനീസ്. ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങണ ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണ കൂട്ടത്തില് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണ ഓരോ കോളേജിലും ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു ടെലി സെന്ററിലായിട്ട് കൊണ്ടും എന്റെ കൂട്ടുകാരൊക്കെ 3 കൊല്ലമായിട്ട് സാധാരണ എബിനാണോ എബിൻ? അങ്ങനെ കുറെ പേര് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ അവിടെ പല പല കുറെ കമ്പനീസ് ഉണ്ടല്ലേ. ഞാനിപ്പോ അല്ല ഇവ നമ്മളിപ്പോ പറയണ എനിക്ക് ഇവനെ അറിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവര് ഇവിടെ അവിടെ ഇത്ര ആൾക്കാരുണ്ട്, ഇതില് എങ്ങനെയാണ് അറിയണത്. കാരണം അത്രയും കമ്പനീസും ഞാൻ പുറത്തുനിന്ന് കാണുന്നില്ല. ഇൻഫോ പാർക്കിന്റെ ടെക്നോ പാർക്കിന്റെ കമ്പനീസിന്റെ ഒരു ഒത്തൊരുമ എന്ന് പറയാൻ നമ്മുടെ ഇൻഫോ പാർക്ക്, സെസ്, ഇപ്പൊ ഇതിന്റെ ലുലുവിന്റെ വന്നിട്ടുണ്ടല്ലോ ടവർ. ലുലു ടവർ, അവിടെ BPO കമ്പനീസ് എല്ലാം മിക്കണമെന്നല്ലോ. അതിന്റെ ആദ്യം അറിയാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ കയറണമെന്നുണ്ട്, എന്തെങ്കിലും വല്ല പ്രോഗ്രാം വന്നാല് അതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഹൈക്കോർട്ടിന്റെ ഉള്ളിൽ ഞാൻ ഇതിനോട് കണ്ടിട്ടില്ല. അയ്യോ സുപ്രീം കോർട്ടിന്റെ ഉള്ളിൽ പിന്നെ ഇതേപോലെ ഇൻഫോ പാർക്കിന്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ അകത്ത് നല്ല പറമ്പുണ്ട്, വിശാലമായിട്ടുള്ള പറമ്പുകളാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഓരോരോ അതാണ് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതിന് ഓരോ സ്ഥലത്താണ് ഓരോരോ ബിൽഡിങ്ങുകൾ. മറ്റേതുണ്ട്. ഒരാഴ്ച നിർത്തി. കാരണം മാസം സാലറി വെച്ച് നോക്കുമ്പോ മാസം 6,500 രൂപ. മറ്റവിടെ കയറിയിട്ടുണ്ട് നേവിന്റെ ഉള്ളിൽ. അവിടെ പുറത്തുനിന്നാണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. അത് രസമാണ്. അതായത് കാടും പറഞ്ഞൊക്കെ അതിടയ്ക്ക് എക്സിബിഷൻ നടക്കുമ്പോ പുറത്തെ സ്ഥലമായിട്ട് അതിന്റെ ഉള്ളില് ഭയങ്കര വേറെ രസമാണ്. അത് നല്ല ഭംഗിയായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യും. മരത്തിൽ ഒരു പെയിന്റ് അടിച്ച് കഴിഞ്ഞ് അമ്മയുടെ മറ്റേ ബാത്തിരുത്തി സൈഡ് ഉണ്ടല്ലോ, അതിലെ പോകുമ്പോ ഇങ്ങനെ ഹെലികോപ്റ്റർ ഒക്കെ ഇങ്ങനെ വന്നിങ്ങനെയൊക്കെ ഒരു മതില് കുറച്ച് നോക്കുമ്പോ തന്നെ നമുക്ക് നേരെ സ്ട്രൈറ്റ് കുറച്ച് റോഡ് കാണാൻ പറ്റും. അവിടെ തന്നെ വരാണ് ആ ഫുള്ള് അവര് കീപ്പ് ചെയ്യും. ഇങ്ങനെ എത്തി നോക്കും. ഹെലികോപ്റ്റർ അല്ല ഇപ്പൊ മറ്റേ മധുരം പൊക്കി കെട്ടിയല്ലോ. ഡ്രോണും പരിപാടി ഒന്നും നടത്താൻ പാടില്ല. ഇന്ത്യയിലെന്തോ അവിടെ മാത്രമല്ല കൊച്ചി അങ്ങനെ അത് മറ്റേ MG റോഡ് തേവരൊരു ഇത് പറ്റൂല. കേസ് അത് തെറ്റി 10 അല്ല അവർക്ക് തന്നെ ഇറക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ ഇതേപോലെ എന്നിട്ട് ഒരു ഫ്രണ്ട് പറഞ്ഞാണെങ്കിൽ ഡ്രോൺ അതൊക്കെ അതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആര് പിടിച്ചേക്ക് വലിച്ചെടുക്കും. വെച്ചിട്ട് അപ്പൊ ഇതിന്റെ ഓണറിന്റെ ഐഡിയ ഒക്കെ ഉണ്ടോ? ഡ്രോണോ അല്ലാണ്ട് കളിപ്പാട്ടം വാങ്ങിക്കാൻ കളിപ്പാട്ടം വാങ്ങിക്കാൻ അത് വേറെ ഡ്രോൺ. അത് എത്രത്തോളം പണ്ട് ഫ്രണ്ടിന്റെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ ആൾക്കാരൊക്കെ കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് ഡ്രോൺ ബുക്കാൻ വേണ്ടി പറ്റും.
അവർ ലിമിറ്റഡ് ആയിട്ടില്ല മുകളിലുണ്ട്. ഈ കല്യാണ പരിപാടി ഡ്രോൺ അങ്ങനെ തന്നെ അത് പൊളിച്ചിട്ട് മോട്ടറൊക്കെ എടുത്തിട്ട് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊക്കെ അരിയന്റെ ഒരു ഇതാണ്. ഈ കല്യാണ പരിപാടിയൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് ഡ്രോൺ പറത്തണമാർക്ക് ഒരു പ്രത്യേക റോളൊക്കെ ഒരു മാറിക്കളെ പറത്തരണ്ടില്ലേ ടേക്കോ അത് ആ ഒരു ടൈമിൽ ഭയങ്കര ലിമിറ്റഡ് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് എല്ലായിടത്തും കാണാൻ തുടങ്ങി, എല്ലാവരും പുറത്തിറങ്ങി. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും പുറത്തിറങ്ങി അതൊന്ന് പഠിച്ച കോവിഡ് ടൈമിലാണ് ഈ ചെയ്തത്. സംഭവം. കോവിഡ് ടൈമിൽ എല്ലാവരും ഉള്ളിലോട്ട് അത് രസമായിരുന്നു. മറ്റേ പറന്നിറക്കണം കടല് വീഡിയോ ഇറങ്ങിയത് ആ മുണ്ടൊക്കെ തലയിൽ കൂടി ഓടണ സീനില്ല പറമ്പിൽ കൂടി. ഒരു പടത്തില് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളെ നമ്മ തിയേറ്ററിൽ പോയി കണ്ടത് മറ്റേത് ഉപ്പുമാന്റെ അവിടെയല്ലേ നമ്മളെ തിയേറ്ററിൽ പോയി കണ്ടത്. അങ്ങനത്തെ പടങ്ങളൊക്കെ ഇറക്കാൻ പറ്റുമല്ലേ? എന്നിട്ട് കൊറോണ ടൈമിൽ കുറെ ടീമുകൾ ശരിക്കും സ്റ്റോറിയാണ്. കുറെ ടീമുകൾ അത് വെച്ചാൽ കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എന്തോ പ്ലേയേഴ്സിൽ മായ കണ്ടെത്തിയിട്ട് പ്രശ്നമൊക്കെ കുറെ ഫേക്ക് സിഗരറ്റ് ഒക്കെ ഇറങ്ങുന്നവരുണ്ട്. പ്ലേയേഴ്സിൽ അദ്ദേഹം മായ കണ്ടെത്തി. അങ്ങനെ കൂട്ടാനുണ്ട്. അങ്ങനെ കൂട്ടാനായിട്ട് പറഞ്ഞത് പ്ലേയേഴ്സ് സിഗരറ്റിൽ മായ കണ്ടെത്തി എന്ന് പറയുന്നത്. അത് ഇത്ര ചില്ലറ സിഗരറ്റല്ലേ അത്? അറിയില്ല. ഓക്കെ, അത് നമുക്ക് അടുത്ത സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ കുറെ മായം അടിക്കണില്ല. വാറ്റൊക്കെ ടൈമില് ഭയങ്കര മാറ്റുണ്ടാക്കാൻ പറ്റും. അല്ല, ഞാനൊരു ഫോട്ടോ എന്താ പറയാ ഒരു അവയർനെസ്സിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനത്തെ പരിപാടികളുടെ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അല്ലടാ അവയർനെസ് വീഡിയോ. അവയർനെസ് വീഡിയോ അത് നമ്മുടെ കോളേജിലെ ഒരു കോളേജിലൊരു കോൺടെസ്റ്റിന് വേണ്ടിട്ട് ചെയ്ത ഫോട്ടോ കോൺടെസ്റ്റ്. പക്ഷേ കപ്പ് കിട്ടിയില്ല. കപ്പ് വേറെ പുള്ളി കൊണ്ടുപോയി. പുള്ളി മറ്റേ ഇപ്പൊ മറ്റേ നമ്മുടെ റീലൊക്കെ കാണുമ്പോ അമേരിക്കയിലുള്ള കാനഡയിലുള്ള പിള്ളേരൊക്കെ മാറ്റുന്ന വീഡിയോ ഇടുന്നത് അവിടെ ലീഗലാണോ? അവിടെ ലീഗലല്ല. പിള്ളേര് വെറുതെ ഇപ്പത്തെ റീലുകളൊക്കെ ഇടാനായിട്ട് അതൊരു ട്രെൻഡ് ആയിരുന്നു ഈ മാറ്റണേന്റെ വീഡിയോ ഇടല്. ലീഗലായിട്ടുള്ള സ്ഥലങ്ങള് ഞാനും മറ്റേ റോഡിൽ കൂടി വലിച്ചോണ്ട് ബൂംബെ ബൂംബെ എങ്ങനെ ഒരു ഡാവ് ബൂംബ പുള്ളിനെ അത്യാവശ്യം നല്ല ബിയർ വെച്ച് പഴംപൊരി ഉണ്ടാക്കണ ചില കൺട്രീസ് മറ്റു നമുക്ക് ലിമിറ്റഡ് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടെന്ന്. റെസ്ട്രിക്ഷൻ ഇവിടെ ലിമിറ്റ് ആയാലും എന്തായാലും ഒരു ക്ലാസ് ഉണ്ടാക്കിയാലും പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഒരു ചെറിയ ട്രിപ്പ് കിട്ടിന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടും. അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളതാ കുറെ ആൾക്കാർ. അതെ, സാധനം കിട്ടോ നടികളെ ഏതാണ് സാധനം ആരും ചെയ്താൽ ചിലപ്പോൾ അടിക്കലാവാൻ പോകും. ഇപ്പൊ ടോപ്പിക്കിലോട്ട് തന്നെയാണെങ്കിൽ സ്കൂളിന്റെ കൂട്ടത്തിൽ എത്ര പേര് പുറത്തുണ്ടാവും? എന്റെ 30+ ഫ്രണ്ട്സ് ഇപ്പൊ പുറത്താണ്. എത്ര കമ്പനി തന്നെ കുറെ പേരൊക്കെ പോയി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര രാജ്യതാണ്. പല പല കൺട്രീസ് ഉണ്ട്. ഞാനൊക്കെ പണ്ട് സിനിമയിലൊക്കെ കോമൺ ആയിട്ട് കേൾക്കണ ഒരു 3 രാജ്യത്തിന്റെ പേര് പറഞ്ഞേ. കോമൺ ആയിട്ട് എല്ലാവർക്കും കേൾക്കണം. കാനഡ, ജർമ്മനി, UK. ബർമൂദ പേരുമാണ് ഇപ്പത്തെ അരുണാണെങ്കിലും ഉൾപ്പെടെ പുറത്താണ്. സീനിയർ പാർട്ട് ഔട്ട് ഓഫ് ദ സ്റ്റേഷനാണ്. കാനഡ, ജർമ്മനി, ചൈന, ദുബായ്, കുറെ രാജ്യങ്ങൾ, ആഫ്രിക്ക. ഇഷ്ടമായി ഇടയ്ക്ക് കഥ രാജ്യങ്ങളുടെ പേരായി കേൾക്കും. ഒരു ഞാൻ ഈ അടുത്തൊരു രാജ്യത്തിന് ഒന്നാമത്തെ ഇപ്പൊ പഴയ പോലെ പുറത്തോട്ട് ദുബായ് അല്ലെങ്കിൽ അമേരിക്ക ആ കൂടെ ഇഷ്ടംമാരെ ഓപ്ഷൻസ് ഉണ്ട്. ക്രൊയേഷ്യ, എന്റെ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു മാൾട്ട, മാൾട്ട, പോളണ്ട്. എനിക്കറിയാവുന്ന അമേരിക്കയിലൊക്കെ കാനഡയിലൊക്കെ ആകെ 3-4 പേര്. ജോർജിയ 2 നോക്കുന്നുണ്ട്. പിന്നെ ജോർജിയ സ്റ്റേറ്റ്, സ്ലോവാക്യ, ഒരു സ്ഥലമാണ്. ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്കും പോളണ്ടിന്റെ ഒക്കെ ഇതായിട്ട് വരും. പോളണ്ട് ഒരു സ്ഥലമാണ്. നെതർലാൻഡ്, ഹംഗറിയൊക്കെ ഞാൻ പണ്ട് GK പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പൊ ഒരാഴ്ച എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരാഴ്ചയിൽ ഒരു 3 പേരെങ്കിലും അറിയാവുന്ന ഒരു 3 പേരെങ്കിലും ദുബായിക്ക് ഉണ്ടാവും. GCC കൺട്രീസിലോട്ട് അറിയാം ഏതൊരു 3 പേര് ഒരാഴ്ചയിൽ ഒരു സ്റ്റാറ്റസ് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്.
ഒരാഴ്ച ഒന്നിനെ കല്യാണം ദുബായ് വിസിറ്റ്. ഞാൻ ഈ മാസത്തിൽ സാധനം 2 പ്രാവശ്യം എന്തായാലും എയർപോർട്ടിൽ പോകുന്നുണ്ട്. ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും. നിന്റെ ഈ പാഷൻ എനിക്ക് പ്രൊഫഷണൽ ആക്കി കൂടെ? അത് അക്ഷയത്തിനില്ലേ ഞാനും കോട്ടിട്ട് സ്റ്റാറ്റസ് ഇട്ടാനോടാ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ കൂട്ടാരൻ MBA ഇപ്പൊ 6 മാസം 6 ഇപ്പൊ 7 മാസം 7 മാസം ഇട്ട് അവൻ MBA കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലിരിക്കണ 7 മാസം. MBA കഴിഞ്ഞ് MBA ചെയ്യാൻ നേരത്തെ അവൻ വേറെ ജോലി ചെയ്തോണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പൊ 7 മാസമായിട്ട് അവൻ വീട്ടിൽ ഇരിക്കണേ. ജോലി നോക്കണുണ്ട്. പക്ഷെ ഇവിടെ മര്യാദ അവൻ ഈ MBA ബേസ്ഡ് ഒരു ജോലി കിട്ടണമെങ്കിൽ അവന്റെ സാലറി ബേസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13 രൂപയൊക്കെ പറയണുള്ളൂ അവർക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ. 13 രൂപ വെറുതെ ഇവിടെ ചായ കുടിച്ചു വന്നെ 10 ആ, മുന്നൂറ് വേണ്ടാന്ന് വെച്ചിട്ട് പോയ 7 മാസമായിട്ട് അവൻ വീട്ടിലിരിക്കുക. എന്നിട്ട് അവൻ എന്റെ അടുത്ത് പറയാ, എടാ ഇവിടെ ഒരു വർക്ക് ഒന്ന് സെറ്റ് ചെയ്താടാ. ഞാൻ പറയും ഇവിടെ ഞാൻ തന്നെ പോയിക്കൊണ്ടിരിക്കണേന്നല്ല പറയാ. എക്സ്പീരിയൻസ് ആൾക്കാർ അവന് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അഡ്മിനിസ്ട്രേഷനിൽ. എന്നിട്ട് അവൻ ചോദിച്ചിട്ട് 13 15 റേഞ്ചാ പറയണം. പക്ഷെ അവൻ ഇപ്പൊ MBA പഠിച്ചിട്ട് ഒരു ഡിഗ്രി കഴിഞ്ഞ 20 സാലറി മിക്ക സ്ഥലത്ത് നോക്കുമ്പോ കാണണം. ഇവൻ ചേട്ടന്റെ സ്ഥലത്തെല്ലാം 15,000 ഇവന് വേണ്ടാന്ന് പറയണം. എന്നിട്ട് ഇന്നലെ അവനായിട്ട് ഞാൻ ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസ് അങ്ങോട്ടൊക്കെ പോയി നോക്കാൻ വർക്ക് നോക്കാനായിട്ട് അവനായിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനായിട്ട് ഇറങ്ങിയപ്പോൾ എന്താണ് ഇന്നലെ ഒരു സ്ഥലത്ത് നിന്നപ്പോ സ്ലോവാക്കിയയിലോട്ട് ഓപ്പർച്യൂണിറ്റി 50 ഒഴിവുണ്ട്. ആ 50 ഒഴിവിലോട്ട് +2 ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള 165 ഹൈറ്റ് മിനിമം പറയണം. അതിൽ കൂടുതലാണെന്ന് 110 120 സാലറി റേഞ്ചും പറയണം. പിന്നെ അക്കോമഡേഷൻ ഒക്കെ അവരാണെങ്കിൽ ഫുഡ് മാത്രം നമ്മൾ നോക്കേണ്ട എന്നൊക്കെയാണ് പറയണത്. അവരോട് പോവാൻ തന്നെ ഇന്റർവ്യൂവിന് 10-200 പേര് ഇപ്പൊ തന്നെ ആയിരുന്നു. അതാണ് 4.5 കോടിയുടെ ബിസിനസ് ഇപ്പൊ അതിന്റെ മൊത്തം ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ലക്ഷം ഉണ്ടെങ്കിൽ 6 ലക്ഷത്തിന് അടിയിൽ വരുള്ളൂ. ടിക്കറ്റും അങ്ങനെ ടിക്കറ്റും വിസയും ചേർക്കാണ്ടാണെങ്കിൽ 5,20,000 രൂപ പറയണതായി. പിന്നെ ടിക്കറ്റിന് വിസക്കുമാണ് എക്സ്ട്രാ വേണ്ടത്. അതെന്താ 75,000 രൂപ 75ന്റെ അടിയിൽ വരുള്ളൂ. ഒരു 6 ലക്ഷത്തിന്റെ അടിയിൽ എന്തായാലും പോവാന്നുള്ള ഇതൊന്നെങ്കിലും ഒരു 2 മാസം മുമ്പ് ഞാൻ ക്രൊയേഷ്യയിലോട്ട് ഒരു ഡ്രൈവർ നോക്കിയാൽ അത് 8 ലക്ഷം രൂപ പറഞ്ഞു. ഈ ബിടെക് MBA പഠിച്ചവര് പലതും ആയിട്ടുണ്ട്. ചിലപ്പോ കുറച്ച് വേറെ എന്തെങ്കിലും സാധനം വന്നിട്ട് വേറെ ഒരു സാധനം സെറ്റ് ആവും. ഞാൻ ഇടക്ക് ഫണ്ടിന്റെ ആവശ്യം വരുമ്പോ സൊമാറ്റോയിൽ സ്വിഗ്ഗിയാണ് ഓടണത്. ഈ ഓടുമ്പോ തന്നെ എന്റെ പൂർണ്ണ MBA പഠിച്ചവര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് ഞാനപ്പോ ചോദിക്കും സപ്ലൈ ഉണ്ടോ? സപ്ലൈ ഒന്നും നല്ല മാർക്കോടെ ഈസിയാക്കണായിരുന്നു. അപ്പൊ ഇതെന്തോടാണ് ജോബ് കിട്ടാൻ പറ്റുന്ന ഓടണ്ട്. ഈ ജോബ് നോക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവന് 7 മാസത്തോളം വെറുതെ ഇരുന്ന്. ആ ടൈമിൽ ഇതുപോലെ അവൻ കുറച്ചാൾ സുമാട്ടോ ഓടിയതാണ്. പിന്നെ അവന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചി വെച്ച് എന്താ മോനെ MBA ഇപ്പോൾ സുമാട്ടോ ഓടാൻ പോണേ. പിന്നെ അവൻ ആ സുമാട്ടോന്റെ ബാഗ് എടുത്തിട്ടില്ലെന്ന് പറയണം. അവൻ ആലോചിക്കണേണെന്ന്. അങ്ങനെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ജോബിനും വാല്യൂ കൊടുക്കാനുള്ള അത് ഇതുവരെ പണ്ടത്തെ ഒരു സിസ്റ്റം പോലെ തന്നെയാണ്. അതും കുറച്ച് മാറേണ്ടതുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോബിന് ഇതിലാണ് പോണേ. പക്ഷെ പുറത്താണെങ്കിൽ അതിന് അതിൻ്റെതായ ബഹുമാനമുണ്ട്. അതൊരു കാരണം പുറത്തേക്ക് പോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. ഇവിടെ പയ്യെ മാറി തുടങ്ങി. ഇപ്പൊ എല്ലാരും ഓഫീസിൽ പോയിട്ട് വന്നിട്ട് റെസ്റ്റ് എടുത്ത് രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്വിഗ്ഗി ഓടാനോ സൊമാറ്റോ ഓടാനോ അല്ലെങ്കിൽ ഊബർ ഓടാനോ ഇറങ്ങേണ്ട ആൾക്കാര് ജനറലൈസ് ചെയ്ത് കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് വരാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്തായാലും നൈറ്റ് ഫോണായി വന്നിട്ടുണ്ട്. നൈറ്റ് ഫോണാണ് ഉണ്ടായിരുന്നത്. നൈറ്റ് കഴിക്കാനായിട്ട് ആൾക്കാര് ഫാമിലി ആയിട്ട് പോകാൻ ഇറങ്ങും. അപ്പൊ എന്തായാലും ഇവിടെ ജോബ് ഉണ്ട് നൈറ്റ്. പിന്നെ ആൾക്കാര് യൂട്ടിലൈസ് ചെയ്ത് ഇപ്പൊ എക്സ്ട്രാ ഇൻകം പോലെ കൂടി രാത്രിയിൽ തയ്യാറായിട്ട് ഇറങ്ങാനില്ല. ഇന്ന ജോലി നോക്കണല്ല. അത് സിറ്റുവേഷൻ കഴിയുമ്പോഴത്തേക്കും ഇന്ന ജോലിയൊന്നും നോക്കൂല. കുറച്ച് മേടിക്കണോ പൈസ തന്നെ. കുറച്ചും കൂടി ജോലി വരാനുണ്ട്. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കുറെ കുത്തിച്ചേർന്ന ജോലികൾക്ക് ഇപ്പൊ ഡിഗ്രി പഠിച്ച് MBA പഠിച്ച് പോയി മേടിക്കണ ജോലിയുടെ സാലറിനെക്കാട്ടും കൂടുതലുണ്ട് സമയം. നല്ല ഇതുള്ളതാണ്. പക്ഷെ ആ പൊട്ട അങ്ങനെ ഇറങ്ങിച്ചതാണൊരു ചായ ഒരു ദിവസം 3000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു മനസ്സിലായി നല്ലൊരു പൈസ അതിന് കറക്റ്റ്. ഞാൻ തന്നെ ഇങ്ങനെ നോക്കും. ഇത് കാരണം എല്ലാം വിട്ട് നമ്മുടെ വൈറ്റിലെ സിഗ്നൽ ഉണ്ടല്ലോ, അവിടെ മറ്റേ വൈപ്പർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ടാബ് വരുമല്ലോ. ചിലവര് തെറിയർന്ന് ഓടിക്കും. പക്ഷെ അവര് ചില വണ്ടികൾ വരുമ്പോ 10 രൂപ വെച്ച് കൊടുക്കും. ഓരോ സിഗ്നൽ വരുമ്പോഴേക്കും ഒരു 50 രൂപ 60 രൂപ കറങ്ങും. ഞാനപ്പൊ ഇങ്ങനെ അവിടെ സിഗ്നലിൽ നിന്നപ്പോ ആലോചിച്ചേ നാളെ ഒരു കമ്പം മറ്റേ സാധനം ഇട്ടാണ്ട് ഇറങ്ങിയാല് അവിടെ എന്തായാലും ഒരു 5 മിനിറ്റ് സിഗ്നൽ ഉണ്ടാവും. ഒരു ദിവസം ഒരു ദിവസം ഒരു 10 സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ 500 രൂപ. കുറച്ച് ഷാമ്പൂ കുറച്ച് വെള്ളവും ചേർത്താൽ പിന്നെ നമ്മ ലുക്ക് മാറ്റരുത്. ലുക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പരിപാടി എടുക്കില്ല. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇറങ്ങിച്ചല്ല.
ഇറങ്ങൂല. അത് സ്റ്റാറ്റസ് കൊണ്ടുപോകും. അത് വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. പക്ഷെ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ചെയ്യും. അല്ല അമേരിക്കയിൽ അല്ല ബാക്കിയുള്ള രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ചെയ്യും. ഇവര് ചെയ്യാത്തവര്. ഈ പറയുന്ന സ്റ്റാറ്റസ് ഇപ്പൊ അവരാ ഡ്രസ്സിംഗിൽ വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ പ്രൊഫഷണൽ വർക്കിംഗ് ഡ്രസ്സിൽ എക്സിക്യൂട്ടീവ് ഒക്കെ അടിച്ചിട്ട് അതല്ല മറ്റേ നമ്മ എന്താ പറയാ മെക്കാനിക്സ് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നമ്മ മറ്റേ ഹാറ്റ് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെ ആരെ കൊടുത്ത് അങ്ങനത്തെ വേണ്ടി ഡ്രസ്സിന് നല്ല എക്യുപ്മെന്റ് ഒക്കെ ഇട്ട് പോകണമെങ്കിൽ പൈസ ബിസിനസ് ഐഡിയ ഇപ്പൊ കേട്ടാൽ പരിപാടികളൊക്കെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വൈക്കിലേക്കാണ്. പക്ഷേ അത് സിഗ്നലിൽ പക്ഷെ അങ്ങനത്തെ സർവീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ലുലുവിൽ പാർക്കിന്റെ കാറ് വാശില് ഇത് സിഗ്നലാണ്. സിഗ്നൽ മീൻസ് 5 മിനിറ്റ് ഉണ്ട് ഇവിടെ സിഗ്നല്. സിഗ്നലിൽ നിന്ന് ഫോൺ നോക്കിയാ കിട്ടിയത് ഏത് വണ്ടി നിർത്തിയിട്ട് ഫോൺ നോക്കി കിട്ടിയത് അതിന്റെ പറ്റി. പക്ഷെ 5 മിനിറ്റോടെ സംസാരിക്കാൻ സമയമുണ്ട്. എനിക്കിപ്പോ ഏറ്റവും മൂഞ്ചിയ സിഗ്നൽ ഇവിടുത്തെ വൈക്കിലെ സിഗ്നലാണ്. എടുത്ത് പോയാൽ ശരിക്കും ഫൈൻ അടിച്ചാലും അത്ര 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സിഗ്നലിൽ കിടക്കണ്ടേ. പൈസ വേണ്ട അടച്ചാലെടുത്ത് പോയാലാന്ന് വിചാരിച്ചു. പിന്നെ അപ്പുറത്തെ ഹബ്ബാണ് സർവീസിലേക്ക് കയറി പോയാലും കുടുംബം പട്ടിണിയല്ലേ. ഏറ്റവും വലിയ ഇടങ്ങിയതാണ് ക്രോസ് ചെയ്യാനായിട്ട്. ക്രോസ് ചെയ്യാനായിട്ട് വൈറ്റിലെന്ന് പല ജംഗ്ഷനുകളിൽ വണ്ടി വന്ന് മീറ്റ് ചെയ്യണ പല ഡയറക്ഷനിലേക്കും പോകാൻ പറ്റുന്ന സെന്ററാണ് വൈറ്റില. പക്ഷെ എന്നാലും സിസ്റ്റം കണ്ടുപിടിക്കാൻ വെറുതെ കുറെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ചെയ്യാം. ചിലപ്പോ അവര് മേൽപ്പാലങ്ങൾ കൂട്ടണം. അന്വേഷിച്ചിട്ടുണ്ടാവാൻ ഇപ്പൊ സൗദിയിലൊക്കെ ചുറ്റിനും എല്ലാ കാര്യങ്ങൾക്കും ലോകത്ത് എവിടെയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ സുഹൈല് പറഞ്ഞതിനോട് ഉത്തരവാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ പാലങ്ങൾ കുറെ വേണം, പക്ഷെ അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ല. ആ പാലത്ത് ഇപ്പൊ 2 സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്നുള്ള മേൽപ്പാലമാണോ ആദ്യം അവരാലോചിച്ചത്. പക്ഷെ അവിടെ ബിൽഡിംഗ് കുടിക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ് അത് ചെയ്യാണ്ടിരുന്നത്. സംഭവം അല്ല ഇപ്പത്തെ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും കുറച്ചും കൂടി അടിപൊളി കാരണം ഒരു 5 മിനിറ്റ് ഒക്കെ സിഗ്നലിൽ കിടക്കാന്ന് വെച്ചാൽ കട്ടിയാണ്. വേറൊന്നും ചെയ്യാൻ പറ്റൂല. നീ പുറത്തുനിന്ന് വന്ന 5 മിനിറ്റ് കിടക്കണം. ഇപ്പുറത്തെ സൈഡിൽ തിരക്ക് വന്ന തോന്നുന്ന 1 മണിക്കൂറായിട്ട് കിടക്കണ്ടോ. അത് പക്ഷെ ഈ വെയിലുള്ള ടൈമില് മഴയുള്ള സമയത്തൊക്കെ എന്താ അവിടെ ആകെ മുഷിയും. പ്ലാൻസ് ചിലപ്പോ ഇതൊക്കെ മനസ്സിലായി. ഇതൊക്കെ മറ്റേ മനോഭാവം കൊടുക്കും. ഇത് അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള പ്രോഗ്രസ്. ഫോട്ടോ വെച്ചില്ല വട്ടാഞ്ചേരിയിൽ അങ്ങോട്ട് പോയിട്ട് ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മി വേണ്ടിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. അത് കടന്നേ പറ്റുള്ളൂ ഇവൻ പറയും ഇല്ലേ. അത് പറയണേ നമ്മള് വലിയ പോയി വല്ല കണ്ട ഇതാണ് വരുമ്പോ 6 ലക്ഷം പേര് റോഡിലേക്ക് ഇറങ്ങിയ ബ്ലോക്ക് ആവൂലേ. ഇവിടെ 5-6 ലക്ഷം വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ഓരോ എല്ലാ ദിവസവും ഉണ്ടാവും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ഫ്രണ്ടിൽ കല്ലി തട്ടി 3-ാമത്തെ ദിവസം ആ കല്ലെടുത്ത് നീക്കിയിടൂലേ. അതേപോലെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നമ്മിപ്പോ അനുഭവിക്കണ എല്ലാ പ്രോബ്ലത്തിനും ലോകത്ത് എവിടെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റായില്ല എന്നാണ് ബിൽഡിംഗ് ഇവിടുത്തെ കോർപ്പറേഷന്റെ വരുമാനമാണ്. നമുക്ക് ആ ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുത്താലും അപ്പുറം ചെയ്തേക്കണം. പക്ഷെ ഇപ്പൊ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയണ കളമശ്ശേരി അവിടെ ഇപ്പൊ അത്യാവശ്യം അടിപൊളിയായിട്ട് യൂട്ടേണൊക്കെ ക്ലോസ് ചെയ്തു. അതിപ്പോ ചെയ്താണ് സിസ്റ്റം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുന്ന് ബൈക്കായിട്ട് വന്നപ്പോ സിഗ്നലിന്റെ ചെറിയ മിസ്റ്റേക്ക്. അപ്പൊ അവിടുന്ന് അടുത്ത് വന്നപ്പോ അവിടുത്തെ പോലീസ് സാറ് എനിക്ക് പറ്റിയടിച്ചു. എന്താ വെച്ചാൽ ഞാൻ പറയും സാർ അവിടെ വരയില്ലല്ലാന്ന് പറഞ്ഞു. വരയില്ലല്ലാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചൂടായി. അദ്ദേഹം മഴയത്ത് മാഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പിറ്റെടുക്കേണ്ടി വന്നു. ഞാൻ പിന്നെ കംപ്ലൈന്റ് കൊടുത്താലാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു കംപ്ലൈന്റ് കൊടുക്കണം, പിന്നെ ഞാൻ തിരിച്ച് വൈറ്റിലേന്ന് കളമശ്ശേരി പോകേണ്ട പെട്രോള് ഇതെല്ലാം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 500 രൂപ അടുത്തുണ്ടാണ്ടൊക്കെ പറ്റി അടിച്ചു തോന്നുന്നു. അതൊന്നും അതേ സിഗ്നല് കറക്റ്റ് ആയിട്ട് ഉണ്ടായില്ലായിരുന്നു. പിന്നെ ലൈനും ഉണ്ടായില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെയ്തേക്കുന്ന സിസ്റ്റം അടിപൊളിയാണ്.
ആ സിസ്റ്റം നേരത്തെങ്കിൽ എന്റെ പൈസ കയ്യിലിരുന്നായിരുന്നു അപ്പൊ എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒക്കെ കുറച്ച് സ്ട്രോങ് ആയത് കാരണം അതിന്റെ ഒരു ബലത്തിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഈ പൈസയുടെ ഇതിന് അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിനെ പറ്റി എന്താ അഭിപ്രായം? ഇലക്ഷൻ കഴിഞ്ഞാല് പുള്ളി മാറുമോ? അല്ല ഇപ്പൊ കുറച്ച് നാളുകൊണ്ടിട്ട് പുള്ളി അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ഇപ്പൊ ട്രാൻസ്പോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അവന്റെ കാർഡ് പരിപാടിയൊക്കെ അതുണ്ടായിരുന്നു. പണ്ടത്തെ മന്ത്രിസഭ വെച്ചിട്ടുണ്ടെങ്കിലേ ആ ടൈമില് മന്ത്രിസഭക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ കോവിഡ്, വെള്ളപ്പൊക്കം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു മന്ത്രിസഭക്ക് തന്നെ ചെയ്യാനായിട്ട്. അങ്ങനെ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായി മന്ത്രിസഭക്ക് ആ ഒരു ടൈമില്. ഫണ്ടിന്റെ പെൻഷൻ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായാലും നല്ല രീതിക്ക് ചെലവാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അതിനുശേഷം ഇങ്ങനെ പോപ്പുലാരിറ്റി ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും പറയുന്നത് മന്ത്രിസഭ മോശം, അല്ലേ? മന്ത്രിസഭ മോശം. ഇപ്പൊ പോപ്പുലേറ്റ് ഉണ്ടാക്കണം. ഇപ്പൊ ഇലക്ഷൻ ഇപ്പൊ മറ്റേ ഒരു തോൽവി ഇവിടെ ഇപ്പൊ കുറച്ച് തോൽവി അതൊരിക്കലും തോൽവിയായിട്ട് കൂട്ടാൻ വേണ്ടി പറ്റൂല. വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിലിപ്പോ എനിക്ക് അവിടുത്തെ പൊളിറ്റിക്സ് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. ഇപ്പൊ അൻവർ ഒന്നാമത് CPM-ലായിരുന്നു, LDF-ന്റെ ഇതിലായിരുന്നു അൻവർ ഉണ്ടായിരുന്നു. പൊളിറ്റിക്സ് വന്ന പൊളിറ്റിക്സ് നമ്മുടെ വീട്ടിലെ ഈ പൊളിറ്റിക്സ് നമ്മുടെ ലൈഫിൽ ഇടപെടുന്നതാണ്. പക്ഷെ നമ്മ ഇവിടെ ബ്രോഡ്കാസ്റ്റിൽ പൊളിറ്റിക്സ് സീരിയസ് ആയി പോകും. നമുക്ക് ബാക്ക് ടു നമ്മുടെ പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ തൊഴിലില്ലായ്മ. ആ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ എല്ലാവരും പറയും ഗവൺമെന്റ് ജോലി നെഗറ്റീവാണെന്ന്. പക്ഷെ ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ ഇപ്പൊ ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വീട്ടിൽ ചെന്നാലും ഒരു ഗവൺമെന്റ് ജോലിക്കാരുടെ അതെന്ത് മൂടല്ലേ? എന്റെ സങ്കല്പത്തിലുള്ള ഇന്ത്യ എന്ന് മനസ്സിലായ പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് ആണുങ്ങൾ നോക്കണം. മറ്റേ മറ്റേ ട്രേ പിടിച്ചിട്ട് മറ്റേ പേരെന്താണ് ഗിരി ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾ പണിക്കോയിട്ട് ആണുങ്ങൾ നോക്കണം ഇന്ത്യ. അതാണ് എന്റെ സ്വപ്നം. ഗാന്ധിജി സ്വപ്നം കണ്ടിട്ടാണ് എനിക്കറിയാൻ പോയത്. ഇപ്പൊ വിറ്റിട്ടുള്ളത് ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇരുത്തേന് പിടിച്ചിട്ട് ഗവൺമെന്റ് ജോലിക്കാരല്ലാത്ത ആൾക്കാരെ പോലും ഇരുത്തേന് പിടിച്ചിട്ട് നാളെ നമുക്ക് ഫണ്ട് കുറച്ച് കൂട്ടിയിട്ട് അമേരിക്കക്ക് പോയാലോ, നമുക്ക് ജർമ്മനിക്ക് പോയാലോ, നമുക്ക് എന്തെങ്കിലും ദുബായ് സൗദി. പക്ഷെ ദുബായ് സൗദി ഒന്നും ഇപ്പൊ ഫാമിലി ആയിട്ട് നോക്കണില്ല. സൗദിനെ കുറിച്ച് അറിയുമ്പോ സൗദി കയറും 2030 സൗദി കയറും. പക്ഷെ ദുബായിലൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഇപ്പൊ മത്സരം രണ്ട് മത്സരമാണ് അവിടെ ജോലിക്ക് വേണ്ടിട്ട്. അവിടെ ഒരു ജോലിക്ക് ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ താങ്കൾ കൊടുക്കുന്ന റേറ്റിംഗ് ഫസ്റ്റ് ജോലി അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ താങ്കൾക്ക് ഒരു മോളുണ്ട് വിചാരിച്ചു. താങ്കൾ ഇപ്പൊ ഏത് ഇത് നോക്കും? ഏറ്റവും കുറഞ്ഞത് ആരെ നോക്കും? ഞാൻ ആദ്യം നോക്കണം മോൾഡ് ഇതാ നോക്കും. അതല്ല ഞാൻ മോൾഡ് രഞ്ജി പണിക്കരാണ്. അല്ലല്ല അതല്ല ഉദ്ദേശിച്ച. മോൾഡ് ഇഷ്ടമല്ല, മോളെ എന്ത് ജോലിയിലോട്ട് കടക്കണമെന്ന് നോക്കും. ഓക്കെ, കാരണം അവളിപ്പോ എന്ത് ജോലി ചെയ്യണം? ഇപ്പൊ ബിസിനസ് ചെയ്യണമെങ്കിൽ വേറൊരു വരുമാനം എപ്പോഴും മാസം വരുമാനം ഉണ്ടാക്കുന്ന ഒരാളെ നോക്കും. ഇവള് ബിസിനസ് ആണെങ്കിൽ ഇവളുടെ വരുമാനമുള്ള ജോലി ഇപ്പൊ മാസം ഇത്ര രൂപ എന്തായാലും കിട്ടണമെന്ന് മോള് മൈ ഡോക്ടർ എന്റെ മോള് മൈ ഡോക്ടർ എന്റെ മോള് മൈ ഡോക്ടർ. ഇപ്പൊ ആ കൊച്ചിന് ഇപ്പൊ ഗവൺമെന്റ് മാസം വരുമാനം കിട്ടണ്ടത് ഫിക്സഡ് ഒരു എമൗണ്ട് കിട്ടണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ നോക്കും. മനസ്സിലായോ? കാരണം അവർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പൈസ കിട്ടണുണ്ടല്ലോ. അവിടെ പൊക്കോളും. ജോലി മറ്റേ വിവാഹാലോചന അങ്ങനെ നോക്കണതിനാ കുട്ടിയുടെ ഇഷ്ടമല്ല നോക്കണ്ടത്. അല്ല ആ കുട്ടി പറയണേ വാപ്പാട് ഇഷ്ടം പോലെ പറയണെങ്കിൽ ഇപ്പൊ സുഹേല് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞ. സുഹേൽ എന്റെ ചോദിച്ചിട്ട് ഞാനെങ്ങനെ നോക്കുന്ന ചോദിച്ചാ അല്ല അത് പോട്ടെ. അങ്ങനെ അത് വിടും. ഇപ്പത്തെ നിലവിൽ കല്യാണ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ജോലിയാണ്. കാരണം നാട്ടിൽ പിള്ളേർ തിന്നോളന്നുള്ള ചിന്തയിൽ അങ്ങനെയുണ്ട്. കാരണം മോളിപ്പോ വീട്ടില് ജോബ് നമ്മുടെ സ്ഥലത്ത് തന്നെ എല്ലാരും കാണാം, സേഫ് ആണ് ജോലി. മറ്റേതങ്ങനല്ല, സാലറി മറ്റേതങ്ങനല്ല. മോളുടെ വീട്ടുകാരായിട്ട് കണക്ഷൻ ഇല്ല, ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് കണക്ഷൻ ഇല്ല. ഈ ജോബ് വിറ്റിട്ട് ഈ ജോബ് റിസൈൻ ചെയ്തിട്ട്
കഷ്ടപ്പെട്ട് കേറി ഇറങ്ങണ ഞാൻ ഈ അടുത്തൊരു ഫുഡ് ബ്ലോഗറിനെ കണ്ടായിരുന്നു. ഗവൺമെന്റ് വഴി അച്ഛന്റെ ഇതിൽ കിട്ടിയെന്ന് ചിലർക്ക് തോന്നുന്നു. മടുപ്പാവുന്നേ. അവൻ പറഞ്ഞു ബിസിനസ്സിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോണേ. അതാ ഞാനിത് റിസൈൻ ചെയ്യണേന്ന് പറഞ്ഞാൽ റിസൈൻ ചെയ്തു. ചിലവന്മാരുണ്ട് ഈ ഗവൺമെന്റ് ജോലി 4 ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയിട്ട് അത് 4 പിടിച്ചിട്ടുണ്ട്. അതപ്പൊ തന്നെ ഒരെണ്ണം ക്യാൻസൽ ചെയ്യണം. അതാണ് അടുത്തവന് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇല്ലേ അവൻ ആ കേറാത്ത ഒരു റാങ്ക് ലിസ്റ്റ് എനിക്കിപ്പോഴാ PSC ഒരു വൈബ് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അത് വേറെ യൂണിവേഴ്സ്. റാങ്ക് ലിസ്റ്റിന്റെ അത് നമ്മ പറയണെങ്കിൽ ചിലപ്പോ പൊളിറ്റിക്സ് പറയേണ്ടി വരും. പൊളിറ്റിക്സ് പറഞ്ഞിട്ട് ഞാൻ പറയാം പൊളിറ്റിക്സിലോട്ട് പോയി പോകും. നമുക്ക് അതിലോട്ട് പോകണ്ട. നല്ല ഡിമാൻഡ് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് സർക്കാർ ജോലിക്കാരുടെ ഡിമാൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈലറ്റ് വരുമാനം പൈലറ്റിനൊക്കെ ഇതാണ്. ഇല്ല പൈലറ്റ് അത്യാവശ്യം എനിക്ക് ചെറുപ്പത്തിൽ പൈലറ്റ് ആവണോ. പൈലറ്റ് ആവണമായിരുന്നു. പൈലറ്റിലുണ്ട് ആളുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റിന് മാത്രമേ ആളുള്ളൂ. കല്യാണം കഴിക്കാൻ ആ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റിന് അത്ര സാലറി കിട്ടുള്ളൂ. അതിന് പക്ഷെ എന്നാൽ പൈലറ്റ് എന്ന് പറയുമ്പോ ഒരു കളക്ടറിന്റെ ഒക്കെ പോലെ ഒരു ഈ കളക്ടർ ഓടിക്കണ കളക്ടർ ഇപ്പൊ ഈ വക്കീല്, ഡോക്ടർ, പൈലറ്റ്, എഞ്ചിനീയർ ഇവർക്കൊന്നും ജോലികളൊന്നുമില്ല. ഫ്രണ്ടിനുള്ള പേര് മതി. ഡോക്ടറുടെ ഡിമാൻഡ് ഉണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞ പേര് ഡോക്ടർ അവിടെ പോയി ചികിത്സിക്കണം. വക്കീലാകുമ്പോ ഡോക്ടർ പേര് ഡോക്ടറിനൊക്കെ നല്ല ഡിമാൻഡ്. പേര് കേൾക്കണം. ജൂനിയേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് സീനാന്ന് പറയണ്ടായിരുന്നു. ജൂനിയർ കുറെ നാട് സീനിയർ ഞാൻ കറന്റ് അഫയേഴ്സ് കുറെ ഫോളോ ചെയ്യാറ്. ഓട്ടോമാറ്റിക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റീൽസ് ആദ്യം കൺസ്യൂം ചെയ്യാം. എന്റെ അറിവില് ഇപ്പോ നമ്മുടെ നാട്ടിൽ എന്താ നടക്കണെന്ന് അറിയാതെ നാട്ടിലെന്താ നടക്കണെന്ന് ഏത് അമേരിക്ക, സൗദി അങ്ങനെ സ്ഥലങ്ങൾക്ക് നടക്കണെന്നില്ല. പക്ഷെ അവൻ താമസിക്കുന്ന കേരളത്തിലാ, ഇന്ത്യയിലെ കേരളത്തിലെ എന്താ നടക്കണേ കേരളത്തിലൊരു നടക്കുന്ന സാധനം പറയാം. അപ്ഡേറ്റഡ് ആണ് യാത്ര. വൈകുന്നേരം വന്ന് എന്താ പറയുക ചോദിക്കും. എന്താ വൈകുന്നേരം അതിശക്തമായ മഴ, വെള്ളപ്പൊക്കം. വയനാട്ടിലൊക്കെ സീനാണ്. മറ്റേ ചൂരൽമഴന്റെ അവിടെ പിന്നെ വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസം രാവിലെ ഇതൊക്കെ നീ ഇപ്പോഴാണ് അറിയണം. ഇന്ന് രാവിലത്തെ തുടങ്ങിയിട്ട് 2 മാസം ഇന്ന് രാവിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവിടെ മഴ ഭയങ്കര അതിശക്തമായിട്ട് പെയ്തോണ്ടിരിക്കും 2 ദിവസമായിട്ട്. അത് ഇന്ന് 2 ദിവസമായിട്ടും അതിശക്തമായ എന്റെ ഇപ്പൊ നിലമ്പൂര് ഇൻഫോർമേഷൻ മറ്റേ പുള്ളി ജയിച്ച് ആര്യാടെ ചോക്കത്ത് ജയിച്ചു. ഇന്നലെ അതൊക്കെ വിട്. VD സതീശന്റെ എന്ത് ഇഷ്യാണ് പോളിക്കളിക്കണം പറ VD സതീശന്റെ എന്ത് അല്ല നീ പറഞ്ഞതല്ലേ നീ ഇപ്പൊ കറന്റ് എന്താ ഇന്നലെ രാത്രിയോട്ട് ഓടിക്കളിക്കണം. VD സതീശന്റെ എന്ത് ഇഷ്യാണ് സതീശൻ റണ്ണിങ് നാട്ടിലെ പ്രശ്നമുണ്ട്. അതെന്ന് വെച്ചാ പൊളിറ്റിക്സിൽ ഇടപെടാൻ താല്പര്യമില്ല. പക്ഷെ പൊളിറ്റിക്സിൽ എന്താ നടക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇതേപോലെ അല്ല നമ്പർ വെച്ചിട്ട് ഇപ്പൊ എത്ര പേര് ഇതാക്കണം. ഇവനാകെ ന്യൂസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ യുദ്ധം വന്ന അതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. VD സതീശനറിയോ പുള്ളിയായിട്ട് ഒരു കാറിന്റെ സൈഡിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കും ട്രെൻഡിങ് ആയി കൊടുക്കുന്നത്. CM 2026 എന്ന് പറഞ്ഞിട്ട് ഇതിനും ഒരാള് സീൻ കിട്ടിയാണ്. വിജയിന്റെ പടത്തിനകത്ത് ലാസ്റ്റ് ആ ഒരു നമ്പറും CM 2026 ഫോട്ടോ ഇപ്പൊ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ നല്ല ടൈമിലാണ് കിട്ടേക്കണേ. ഇന്ന് ന്യൂസിലേക്ക് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം പറഞ്ഞു താങ്കൾ തന്നെ ഇപ്പൊ തോറ്റില്ല. അതൊക്കെ കുറച്ച് ഇത് വലിയ കാര്യമാണ്. സോഷ്യൽ മീഡിയ നമ്മളെ അങ്ങനെ മറ്റേ നീലപ്പൂലിലേക്ക് ഫുള്ള് വീഡിയോ എത്ര സിമ്പിൾ ആയിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇത് വരെ വന്നതാണ്.
ഈ ന്യൂസിൽ കിടക്കണ്ടല്ലോ അത്. ചെലപ്പോ പുള്ളി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ഈ കാര്യം. അത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയാണ് വെക്കണം. തൊടയോ? പറഞ്ഞത് ഇപ്പൊ ഉള്ള തലമുറ പൊട്ടിച്ച് കേറിയണ്ട. പക്ഷെ ഇവിടെ എന്താ നടക്കണേന്നൊന്നും അറിഞ്ഞിരുന്നു മതി. മനസ്സിലായ ഇവിടെ എന്താ നടക്കണേ, നമ്മൾ ആരാ ഭരിക്കണേ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരാണ് മിനിസ്റ്റർ ആയേക്കണേ, അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് മാത്രം സ്പീക്കർ ഇപ്പൊ മറ്റേ പുള്ളിയല്ലേ, പുള്ളി മറ്റേ പുള്ളി TV രാജേഷ്. ഫ്രണ്ടിലെന്തോ ടെൻഷൻ ഉണ്ട്. അല്ല രാജേഷ് അല്ലേ, രാജേഷാ സ്പീക്കർ. ഞാൻ ലാസ്റ്റ് ദിവസം രാജേഷാണ് അല്ലേ, ഷംസീർ മാറിയിട്ട് രാജേഷായിരുന്നു. അതെനിക്ക് അല്ലേ, രാജേഷ് മാറിയിട്ടാണ് ഷംസീർ. ആരോ മാറി എന്തോ TV ചർച്ചയിൽ കയറി. മന്ത്രി ഒരാൾ മന്ത്രി മറ്റേ തദ്ദേശ സ്വയംഭരണം രാജേഷായി, അപ്പൊ ഷംസീറാണ് സ്പീക്കർ അല്ലേ. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ പേര് മാത്രമല്ല, ഇപ്പൊ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇങ്ങനെ ലേറ്റസ്റ്റ് എന്താണ് ചെയ്തത്, വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നല്ല, ലേറ്റസ്റ്റ് എന്താണ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് പുള്ളി മറ്റൊരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താണ് ഭാരത് മാതാ കി ജയ് വലിയ കോൺഫ്ലിക്റ്റുകളാണ് കൂടുതൽ ഇഷ്ടം, അല്ലാതെ എന്താ പ്രോഗ്രസ് അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ ആണ്. ഇത് കണ്ടാൽ നിങ്ങൾ നെട്ടു. ഹ്യൂമൻ നേച്ചർ അങ്ങനെയല്ല, അത് കൺസെപ്റ്റ് ആണ്. ഞാൻ ഇതൊന്നും പറയാൻ സുഹേലി ഇപ്പൊ നമുക്ക് കണ്ടന്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു സുഹേലി ഇപ്പൊ എന്റെ അടുത്ത് പെൺകുച്ചിനെ നോക്കുകയാണെങ്കിൽ സുഹേലി എന്തൊക്കെ മെയിനായിട്ട് നോക്കണം. ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ പറയാം. അല്ലാണ്ട് കൊച്ചിന്റെ കണ്ണ് മൂക്ക് വായ ചുണ്ട് പല്ലെന്നൊന്നും പറയുന്നു. ക്യാരക്ടർ ജോലി ഇതൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം. ഒരു കുട്ടീനെ ഫസ്റ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അതിലോട്ടല്ലേ വന്ന കല്യാണം നോക്കുമ്പോൾ ആ കൊച്ചിന്റെ അതാ ഞാൻ പറഞ്ഞ കണ്ണ് മൂക്ക് ഇതൊന്നും സൗന്ദര്യം ശ്രദ്ധിക്കാറില്ല, കാരണം അവർക്കും കുറെ കൺസെപ്റ്റുകൾ ഉണ്ടാവും. സഹോദര താങ്കൾ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചാൽ അവരെന്തൊക്കെ നോക്കണം എന്നല്ല പറഞ്ഞു. 5 കാര്യങ്ങൾ 5 കാര്യങ്ങളാ 5 എനിക്കില്ല. പെണ്ണിനെ കിട്ടിയാൽ അവര് കൂടാണ് അങ്ങനെ അല്ല, കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിക്കോ. താങ്കൾ ഇൻട്രോവേർട്ടല്ലേ? ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എക്സ്ട്രോവേർട്ട്. കാരണം നമുക്ക് ഈ പിന്നെ ക്യാരക്ടർ അതൊക്കെ ഒന്നും ആൾക്കാരെ പറയാൻ പറ്റൂല. ആൾക്കാരൊക്കെ താങ്കൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം താങ്കളെ ക്യാരക്ടർ നോക്കാൻ പറ്റില്ല. പെണ്ണാണ് സങ്കല്പം ഇപ്പൊ പെണ്ണ് കാണാൻ പോണേന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ എക്സ്ട്രോവേർട്ടും പിന്നെ കുറച്ച് സ്വഭാവം നമുക്ക് അപ്പൊ അറിയാൻ പറ്റില്ലല്ലോ. അത് അത്ര ഡോക്ടർ എടുക്കുന്ന ഇപ്പൊ ജോലിന്റെ കാര്യത്തിനെ പറ്റി ജോലി ഉണ്ടെങ്കിൽ എന്ത് ജോലി ജോലി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ജോലിയാണ്? അഭിമാനത്തിൽ നേഴ്സ് അങ്ങനെ ഓരോ വക്കീല് അങ്ങനെ ഓരോന്നൊക്കെ അതൊക്കെ പറ. ബിസിനസ് പിന്നെ മറ്റേ പല ബികോം വലിയ വലിയ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ജോലിയുടെ കാര്യത്തിൽ ജോലി ഇട്ടോളൂ. എന്ത് ജോലിയാ നോക്കണേ? ഞാൻ കളക്ടർ IAS അത് ഡിഗ്രി ബികോം അല്ല, അത് IAS IFS ആണെങ്കിലും കുഴപ്പമില്ല. IAS കളക്ടർ അല്ല വിറ്റ് കോമ്പിനേഷൻ എക്സ്ട്രോവേർട്ട് പ്ലസ് കളക്ടർ. UPSC പാസ്സായിരിക്കും മുൻഗണന. അടുത്തത് 2 പിന്നെ മറ്റേ മൂടായിരിക്കണം. അല്ല നിന്ന നിപ്പില് എന്തും എന്നുള്ള ഒരു മൂടുക്കുണ്ടല്ലോ. ഇപ്പൊ പുളി വൈബ്. ഇപ്പൊ ഇന്നിപ്പോ മൂന്നാർ പോവാന്ന് പറഞ്ഞാല് അല്ല സ്പോർട്സ് അല്ല ഒറ്റ മൂന്നാർ പോവാന്ന് പറഞ്ഞാൽ മൂന്നാർ പിന്നെ കാറും ബൈക്കൊക്കെ ഓടിക്കുക പറ്റിയ അത്ര തന്നെ. കളക്ടറാകുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നത് ഡ്രൈവർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. വീട്ടിലാവശ്യം കിട്ടൂല, കിട്ടുന്നല്ലോ. അഞ്ചാമത്തെ ലാസ്റ്റ് അത്രേ ഉള്ളൂ. 5 കൂടിയുണ്ട്. ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞാല് മറ്റേ റെയില് ചീട്ടാന്ന് വിളിക്കണം.
ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ് ആലോചിക്കണം? എത്ര ഇയേഴ്സ് ബാക്ക് വേണം, എത്ര ഗ്യാപ്പ്, അങ്ങനെ അതിലൊന്നും എനിക്കൊരു ഇതുമില്ല. വയസ്സ് കൂടിയാലും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. 10 വയസ്സ് കൂടിയാലും ആന്റിനെ അങ്ങനല്ല ഞാൻ പറഞ്ഞു. പ്രായം കുറഞ്ഞാലും കൂടിയാലൊന്നും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ആരാ ആദ്യം തട്ടി പോകുന്നൊന്നും നമ്മുടെ ഇരിക്കണ കാര്യമൊന്നുമല്ല. അതിലെനിക്ക് അങ്ങനല്ല ഏജിന്റെ കാര്യത്തില് ഇപ്പൊ കല്യാണത്തിന് എനിക്ക് തോന്നണ്ട. ഇതിനെ പറ്റിട്ട് പറയാനായിട്ട് എനിക്ക് വേറെ എന്തൊക്കെ തോന്നുന്നു. ഇല്ല ഞാനോട് എന്റെ ഒരു ഫ്രണ്ട് എന്നിട്ടൊന്ന് പറഞ്ഞു, നീ ഇപ്പൊ കല്യാണം നോക്കുമ്പോ ഇത്രയും ഏജ് കുറഞ്ഞ ആൾക്കാരെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരു 5 years ഗ്യാപ്പ് ഒക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനൊന്നും പിന്നെ എനിക്ക് കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അല്ലേ, ചിലപ്പോ 2 വയസ്സ് 3 വയസ്സ് കൂടെ നമ്മളെക്കാളും കുറച്ച് മെച്യൂരിറ്റി ഉണ്ടാവും. അതിനെപ്പറ്റി എന്താ മെച്യൂരിറ്റി ഏജിലല്ല. തിരിച്ചെടുത്ത് മനസ്സിലായി. മൈ എന്താണ് മൈ ബാഡ് നമുക്കത് പരിപാടി നിർത്തിയാലേ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എത്ര ഉണ്ട്? അത് 40 കൺസെപ്റ്റ് നമുക്ക് കൺസെപ്റ്റ് നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ട ഓൾറെഡി അവരുള്ള എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നും. ഇപ്പൊ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ട ചിലപ്പോ നമ്മളെ കൺസെപ്റ്റ് ഇല്ലാത്ത ഇതായിരിക്കും. പക്ഷെ നമ്മൾ അതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങും. പക്ഷെ ഫസ്റ്റ് സൈറ്റ് എപ്പോഴും എനിക്ക് തോന്നുന്ന സൗന്ദര്യത്തിനായി തോന്നുന്നു. പക്ഷെ ഒബ്ജക്ഷൻ പറയാൻ പറ്റും. ചിലര് നമുക്ക് സാധ്യതയായിട്ട് വേറെ വ്യത്യാസമുണ്ട്. എനിക്ക് സൗന്ദര്യമായിട്ട് തോന്നണ സൗന്ദര്യമായിട്ട് തോന്നണ്ടാവില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ചില ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റില്ല. അവരായിട്ട് സിങ്ക് ആയിട്ടായിരിക്കും നമുക്ക് അവരുടെ ഇഷ്ടം പറ്റില്ല. ചില ആൾക്കാരെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവും, പിന്നീടായിരിക്കും അതൊന്ന് ഇതായി വരുന്നത്. അപ്പൊ അത് എനിക്ക് അതിനെ പറ്റിയിട്ട് കാര്യം പറയാൻ ഞാനാണല്ലോ. ഞാനിപ്പോ മെയിൻലി ചോദിച്ചതാണ് ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് കാറ്റഗറിയിലോട്ട് ഞാനിപ്പോ ചോദിച്ചു വന്നത്. ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് കാറ്റഗറിയിൽ വരുമ്പോ നമ്മ ഈ കാര്യം കോൺസെപ്റ്റ് ഇപ്പൊ ബ്രോക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ ചോദിച്ചത് തന്നെ. അതാണ് ഞാൻ ചോദിച്ചത്. കണ്ടുവച്ചിട്ടുണ്ടോ? അതിനാണ് കൂടുതൽ ചോദിക്കേണ്ടത്. അല്ലാണ്ട് പ്രേമത്തിൽ നമുക്ക് ഇതൊന്നും നോക്കിയിട്ടൊന്നും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോണേ. ചിലവരൊക്കെ പ്രേമിച്ച് തുടങ്ങിയാല് ചിലപ്പോ പ്രേമത്തിലായതിനു ശേഷം 2 മാസം 1 കൊല്ലം കഴിയുമ്പോഴാണ് ആലോചിക്കണം ഞങ്ങൾ ഇത്ര നാൾ പ്രേമത്തിലായിരുന്നുള്ളൊരു സാധനമൊക്കെ. അങ്ങനെയൊക്കെ കുറെ പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കതറിയില്ല. ഞാൻ മാട്രിമോണി സൈറ്റുകൾ ഞാൻ കണ്ടല്ല. അപ്പൊ യൂണിവേഴ്സിറ്റി കയറിയിട്ട് ഞാൻ ഇവന്റെ പേരും ഇവന്റെ ഫോൺ നമ്പറും ചെയ്ത് നോക്കിയപ്പോഴേ ഏത് 20,000 സാലറി ആൾക്ക് ഒരു കാറ്റഗറി, പ്രീമിയം കാറ്റഗറി. 30,000 സാലറി ആൾക്ക് ഒരു കാറ്റഗറി, പിന്നെ 40 സാലറി വേറെ കാറ്റഗറി, 50 എബോവ് ഉള്ളവർക്ക് വേറെ കാറ്റഗറി, ലക്ഷറി കാറ്റഗറി വേറെ ഉണ്ട്. മറ്റേ 1 ലക്ഷം ഉള്ളവർക്ക് വേറെ ലക്ഷറി. ഒരു മാസത്തെ ഹോട്ട്സ്റ്റാറിനോരുണ്ടാവില്ല. ഹോട്ട്സ്റ്റാറിനുള്ളത് 290 പണിയില്ലാത്തൊരിക്കുള്ള കണ്ടില്ല. അങ്ങനത്തെ പ്ലാനും കൂടിയാണോ ഇത്? ഒരു മാസത്തോടെ എന്നെ ഒരു തൊള്ളാരാണ്ട് സാർ കല്യാണം നോക്കുന്നുണ്ടോ സാർ? ഞാൻ പറഞ്ഞു വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറയാട്ടോ. ഞാൻ നോക്കിയപ്പോ സാർ കല്യാണം നോക്കുന്നുണ്ടോ? ഞാനവിടെ കോഴ്സ് ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ വിളിച്ചിട്ട് ഇല്ല ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്ത് അല്ല സാർ എന്നെ കൊച്ചുങ്ങളെ നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറയാം കല്യാണം നോക്കുന്നുണ്ട്. എനിക്ക് കേട്ടത് അവര് പിടിക്കുന്ന റൈസാണ്. അപ്പൊ തന്നെ ഓൾറെഡി ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ പല ജോബ്സും പല കാറ്റഗറൈസും ആയിരുന്നു. അതിൽ ഏറ്റവും താഴെ നിൽക്കണം ബിസിനസ്സുകാർക്ക് ഡിമാൻഡില്ല എന്ന് പറഞ്ഞ എടുത്ത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ തന്നെ ഇങ്ങനെ കുറച്ച് ഇതായി. അതിനെ കുഴപ്പമില്ല. അല്ല ഇപ്പൊ കല്യാണ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വെക്കുന്ന സിബിൽ സ്കോറാണ്. ഇപ്പൊ സിബിൽ സ്കോർ ഒക്കെ ചോദിച്ചിട്ട് സിബിൽ റിപ്പോർട്ട് ഒന്നും തരുന്നതൊക്കെ ചോദിക്കണം. മെഡിക്കൽ ചെക്കപ്പ് പെണ്ണിന്റെ തന്നില്ല സിബിൽ റിപ്പോർട്ട് മെയില് വാട്സപ്പ് ഒന്ന് ചെയ്തേക്കൊന്ന് ചോദിക്കണം. അങ്ങനെയാണ് തമാശക്കൊന്നല്ല. അല്ല മാട്രിമോണിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് വേറെ
മാട്രിമോണിയിൽ ഒരു അതിന്റെ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് സിവിൽ സ്കോർ കൊടുക്കണം. കേരളത്തിലെ സിവിൽ സ്കോറുള്ള ആ, ഇന്നലെ തന്നെ വിളിച്ചുള്ള 2 കാമ്പുകളൊന്നും എല്ലാം ഭയങ്കര ചടങ്ങുകളാണ്. സാറ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പറയണ്ട. അക്കൗണ്ട് തുടങ്ങുമെന്ന് ചോദിച്ചിട്ട് എത്ര ബാങ്കുകാർ വിളിക്കണം? ഇതിന് മാത്രം ഇവർക്ക് ഈ കടിച്ചു കൊടുക്കാൻ പൈസ കൊടുത്താൽ ആലോചിക്കണേ. ഇവന്റെ കള്ളപ്പണമൊക്കെ ഇതിന് ഒഴിക്കാൻ പറ്റൂല. എനിക്കറിയാം, ഒഴിക്കാൻ പറ്റൂല ഇതിന്. പറ്റൂല. ഇതിന് മാത്രം ഞാൻ കടിച്ചു കൊടുക്കണം. ഒരിടക്കൊക്കെ ലോണൊന്നും കൊടുക്കാത്ത എടാ, പൈസ വെച്ച് കൊടുക്കണം. അതുകൂടാണ്ട് ഷെയർ മാർക്കറ്റിൽ കിടന്ന് ഓടുന്ന പൈസ, ഷെയർ മാർക്കറ്റിൽ കിടന്ന് ഓടുന്ന പൈസ ഇല്ലടാ. അത് അറിയണ ദിവസമാണ്. എനിക്ക് ഷെയർ മാർക്കറ്റ് നിൽക്കുമ്പോൾ ടെൻഷൻ. ഒരു 1000 രൂപ അത്ര ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഞാൻ അതാണെങ്കിൽ ഒരു 300 രൂപ നഷ്ടം. അത് വേറൊരു തെറ്റുകാരനാണ്. ഷെയർ മാർക്കറ്റ് പറയുന്നത് ടെൻഷനാവും. പക്ഷേ അതൊന്ന് മനസ്സിലാക്കി ഒരു ചെറിയ തോതിൽ അതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് സൈഡായിട്ടൊരു ഗെയിം പോലെ മീൻസ് അങ്ങനെയല്ല, മനസ്സിലാക്കി തന്നെ വിളിക്കണം. അതൊരു സൈഡ് ഇൻകം ആയിട്ട് എക്സ്ട്രാ ഇൻകം ആയിട്ട് നമ്മളൊരു കൊണ്ടുനടന്നാൽ അത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഷെയർ മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനാണ്. കൂട്ടാനില്ലേ? ഒരു ദിവസമില്ലേ? രാവിലെ പൈസ ഇട്ടിട്ട് വൈകിട്ട് വിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ദിവസം 40,000 രൂപ 10,000 രൂപ ലാഭം ഉണ്ടായിക്കൊണ്ടെന്ന് വെച്ചാൽ ഈ അടുത്ത് പൈസ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തോണ്ടിരിക്കുന്ന അവന്മാരുണ്ടായിരുന്നു. 2 പേരും ഒരുമിച്ച് ചെയ്യണം. അവൻ അവന്റെ അക്കൗണ്ട് ഇവന്റെ അക്കൗണ്ട് വന്നിട്ട് ഇവന്മാര് മൊത്തം മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ച് പൈസ ഇടുന്നുണ്ടാവുക. ഈ ഒരു 2 ആഴ്ച മുമ്പ് അവന്മാര് പൈസ ഇട്ടപ്പോഴാണ് അവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ചത്. ഇറാനും ഇസ്രായേലും കൂടി അങ്ങനെ ഒരിട്ട പോക്കും 10,000 രൂപ കൂടെ നഷ്ടം. പിന്നെ അവിടെ നിർത്തി വെച്ചേക്കണേ. ആ ഷട്ടിൽ ബാറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങണം പറഞ്ഞിരിക്കണേ. മാർക്കറ്റ് സെന്റിമെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ്. യുദ്ധത്തിന് നല്ല ഇതാണ്. നമ്മ എന്താ പറയാ അവയറായിരിക്കണം. നഷ്ടം അങ്ങനെ എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നുണ്ടെന്ന് പിന്നെ സ്റ്റഡി ചെയ്യണം. കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യണം. ഒരു ചെറിയ നമുക്ക് ചെറിയ തോതിൽ ചെയ്യണമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കണം നല്ലതാ. ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അത് ഷെയർ മാർക്കറ്റ് പേടിക്കുന്ന ആവശ്യമില്ല. ഒരു ദിവസത്തിൽ ഒരു 5 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി മാറ്റി വെക്കണം പഠിക്കാനായിട്ട്. അമേരിക്കയിലൊക്കെ ഒരു ഇതെല്ലാരും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ഇൻകം നമ്മുടെ ഇന്ത്യയിലാണ് ഇപ്പോഴും അതിനെ പറ്റി 40 മിനിറ്റ് മേലെ അടുത്ത ടോപ്പിക്കിടാം. അതാണ് ഷെയർ മാർക്കറ്റ് നമുക്ക് അടുത്തതിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും കാണുന്നതിന് സ്റ്റോക്ക് ഇൻവെസ്റ്റർ ആൻഡ് ഷെയർ മാർക്കറ്റ് എക്സ്പെർട്ട് അമിനോൾ ആയിട്ട് അടുത്ത ഡോക്ടർ അമിനോൾ ആയിട്ട് അടുത്ത പോഡ്കാസ്റ്റ് വരുന്നതായിരിക്കും. നന്ദി. സുഖം കൂടി കാണിച്ചു ഇതാക്കാൻ